വീണ്ടും നമ്മൾ ഇടുക്കിയിലെ പീരുമേട് ബസ് അപകട വാർത്തയിലേക്ക് തന്നെ പോവുകയാണ്. ബസ് താഴ്ചയിലേക്ക് മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 4 ആയിട്ടുണ്ട്. മാവേലിക്കരയിൽ നിന്നും ഉല്ലാസയാത്ര പോയ കൊട്ടാരക്കര ഇടുപ്പോയിലെ സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഏകദേശം 35-ലധികം യാത്രക്കാരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സനോജ്, എന്താണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം? ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെയും മറ്റ് 17 പേരെ അപകടത്തിൽ പരിക്കേറ്റ 17 പേർ ഇപ്പോൾ മുണ്ടക്കയത്ത് സ്വകാര്യ ആശുപത്രിയിലുമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മുണ്ടക്കയത്ത് സ്വകാര്യ ആശുപത്രിയിലാണ്. ഇവിടെ ഇപ്പോൾ അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ നമ്മളോട് പറഞ്ഞത് പുലർച്ചെ 6:10 കൂടിയായിരുന്നു അപകടം സംഭവിച്ചത്. അപകടം സംഭവിക്കുമ്പോൾ ഈ വാഹനത്തിലുണ്ടായിരുന്ന 34 പേരായിരുന്നു. 3 ജീവനക്കാരും ഉൾപ്പെടെ 37 പേരുണ്ടായിരുന്നു. എല്ലാവരും ഉറക്കത്തിലായിരുന്നു. ഈ ഡ്രൈവർമാരും മറ്റുള്ളവരും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ അപകടം സംഭവിച്ചു കഴിഞ്ഞ് ഞെട്ടി ഉണരുമ്പോൾ ഈ അപകടത്തിൽ പരിക്കേറ്റ രാജശേഖരൻ പിള്ള, അദ്ദേഹം മാവേലിക്കര സ്വദേശിയാണ്. അദ്ദേഹം പറയുന്നത് തന്റെ പുറത്തേക്ക് 3 പേർ വീഴുകയായിരുന്നു. അപ്പോഴേക്കാണ് ഞെട്ടി ഉണരുന്നത്. അപ്പോഴേക്കും അപകടം സംഭവിച്ചു എന്നുള്ള വിവരം താൻ അപ്പോഴാണ് അറിയുന്നത്. അങ്ങനെ എല്ലാവരും ഉറക്കത്തിൽ തന്നെയായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു. മാവേലിക്കരയിൽ നിന്നും മധുരയിലേക്ക് പോയി, മധുരയിൽ നിന്നും തഞ്ചാവൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് ഈ അപകടം സംഭവിച്ചത് എന്നുള്ളതാണ്. അപ്പോ ഈ വാഹനത്തിലെ ജീവനക്കാരായിട്ടുള്ള KSRTC ഡ്രൈവർമാരും മറ്റുള്ളവരും പറഞ്ഞത് ഈ അപകടം സംഭവിക്കാനുണ്ടായ കാരണം വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്നുള്ളതാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം സംഭവ സ്ഥലത്തു നിന്നുള്ള ആളുകൾ പറയുന്നത് വാഹനത്തിൽ ബ്രേക്ക് പിടിച്ചതിന്റെ പാട് റോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. ടയർ ഉരഞ്ഞു നീങ്ങിയ പാട് റോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. പിന്നീട് ക്രാഷ് ബാരിയർ തട്ടി വാഹനത്തിന്റെ വേഗത കുറയുകയും പിന്നീട് വാഹനം താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു. വലിയ കൊക്കയുള്ള ഒരു പ്രദേശമാണ് ഈ പുല്ലുവാറ എന്ന് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്തിനും മുണ്ടക്കയത്തിനും കുട്ടിക്കാനത്തിനും ഇടയിൽ വലിയ കൊക്ക നിറഞ്ഞ ഒരു പ്രദേശമാണ്. വലിയ വളവുകളുണ്ട്. അങ്ങനെയുള്ള വലിയ അപകട സാധ്യത പതിയിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ അപകടം സംഭവിച്ചത്. എങ്കിൽ പോലും ഈ ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറച്ചു എന്നുള്ളതാണ് വസ്തുത. പിന്നീട് വാഹനം മരത്തിൽ തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അങ്ങനെ ആണ് ഈ അപകടത്തിന്റെ വലിയ തീവ്രത കുറയ്ക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറെ ആശ്വാസം നൽകുന്ന സംഭവം. എങ്കിലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 3 പേർ മരണമടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ മരണപ്പെട്ട 3 പേരുടെ ഇപ്പോൾ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. അവിടേക്കും മാത്രം ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 20 പേർ, 17 പേർ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരെല്ലാം കണക്കെടുത്തുകൊണ്ടിരിക്കുന്നു. 17 പേർ ഇവിടെ ഉണ്ട്. ബാക്കിയുള്ള ആളുകൾ 2 പേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മറ്റുള്ള ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. എന്തായാലും രാവിലെ തന്നെ വീട്ടിലേക്ക് മടങ്ങും വഴി, സന്തോഷകരമായ ഒരു ഉല്ലാസയാത്ര കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങും വഴി ഉണ്ടായ അപകടത്തിന്റെ ഭീതിയിലാണ് ഈ യാത്ര ചെയ്ത ആളുകൾ എല്ലാവരും ഇപ്പോൾ ഉള്ളത്. ആരുടെയും പരിക്കുകൾ അത്ര ഗുരുതരമല്ല എന്നൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അത് ഏറെ ആശ്വാസകരമായ കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ആശ്വാസകരം. 2 പേർക്ക് ഗുരുതരമുണ്ട്. അതിൽ ഒരാൾ ഇപ്പോൾ മരണമടഞ്ഞു. അമേരിക്കൻ സ്വദേശിയായിട്ടുള്ള ബിന്ദുവാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. മറ്റ് 3 പേർ, മരണമടഞ്ഞ 3 പേരുണ്ട്. ആ 3 പേരുടെ അമ്മയുൾപ്പെടെയുള്ള ആളുകൾ ഈ സ്വകാര്യ ആശുപത്രിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഈ മരണപ്പെട്ട ഒരാളുടെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അവരോട് ഈ മരണവിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വളരെ സങ്കടകരമായ ഒരു കുടുംബത്തിലെ പല ആളുകൾ ഒരുമിച്ച് പോയി, ആ പ്രദേശത്തെ പരസ്പരം അറിയാവുന്ന ആളുകൾ ഒരുമിച്ച് പോയി. അങ്ങനെ അറിയാവുന്നവരും അറിയപ്പെടാത്തവരുമായ ആളുകൾ, ഉല്ലാസയാത്ര എന്ന് പറയുമ്പോൾ KSRTC സംഘടിപ്പിക്കുന്ന ഉല്ലാസയാത്ര അവരുടെ പ്രദേശങ്ങളിൽ നിന്നുള്ള പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു യാത്രയാണ്. അപ്പോൾ ബന്ധുമിത്രാദികളായിട്ടുള്ള ആളുകൾ കാണും, അയൽവാസികളായിട്ടുള്ള ആളുകൾ കാണും, പരസ്പരം അറിയാത്ത ആളുകൾ കാണും. പക്ഷേ യാത്രയിൽ പരസ്പരം അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കി സന്തോഷകരമായ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഇപ്പോൾ ഈ അപകടം സംഭവിച്ചത്. നമ്മുടെ ഈ അപകടത്തിൽ പരിക്കേറ്റ, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാജശേഖരൻ പിള്ള, അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മളിപ്പോൾ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിക്കാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. എങ്കിലും വലിയൊരു ദുരന്തമുണ്ടാവാതെ വഴിമാറി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. എങ്കിലും 4 പേർ മരണമടഞ്ഞു എന്നുള്ളത് സങ്കടപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. ശരി, സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി പീരുമേട് പുല്ലുപാറയിലാണ് KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഇപ്പോൾ 4 എന്നാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. മാവേലിക്കരയിൽ നിന്നും ഉല്ലാസയാത്ര പോയ കൊട്ടാരക്കര ഡിപ്പോയിലെ സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 35-ലധികം യാത്രക്കാരായിരുന്നു ഈ ഒരു ബസ്സിലുണ്ടായിരുന്നത്. ബാക്കി ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഇപ്പോൾ ആശുപത്രികൾ ചികിത്സയിലാണ്. ആരുടെയും പരുക്കുകൾ ഗുരുതരമല്ല എന്നൊരു കാര്യമാണ് സനോജ് പങ്കുവച്ചത്. വിശദാംശങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.